LPG അഥവാ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് നമ്മൾ വീടുകളിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഇന്ധനമാണല്ലേ. അപ്പോൾ അതിനകത്ത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ധാരാളം അപകടം വരാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഇത് ഗ്യാസ് രൂപത്തിലുള്ള ഇന്ധനമാണ്, പക്ഷേ ഇതിനെ കംപ്രസ് ചെയ്ത് ലിക്വിഡാക്കിയിട്ടാണ് നമുക്ക് സിലിണ്ടറിൽ നിറച്ച് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ എന്ത് സാധനവും കംപ്രസ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ അത് റിലീസാകുന്ന സമയത്ത് ഒരു അപകട സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇതിനകത്തുണ്ട്. ഇതിൻ്റെ വേറെ പ്രത്യേകത വെച്ചാൽ ഇത് പുറത്തേക്ക് വരുമ്പോൾ 275 ഇരട്ടിയായിട്ട് പുറത്തേക്ക് വരും. അതായത് ഈ ഒരു ഗ്യാസ് സിലിണ്ടർ ലീക്കായി കഴിഞ്ഞാൽ 275 സിലിണ്ടർ നിറയ്ക്കാനുള്ള അത്രയും ഗ്യാസ് ആണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അത് മതിയാകും നമ്മുടെ വീടിനകത്ത് ഫുള്ള് നിറയുകയും നമുക്ക് എല്ലാവർക്കും അപകടം വരുത്താനും വീട് ഫുള്ള് കത്തിച്ചാമ്പലാക്കാനും അത് തന്നെ ധാരാളമാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓരോ തവണ കുക്കിങ്ങിന് ശേഷവും ഗ്യാസ് സിലിണ്ടറിലെ റെഗുലേറ്റർ ഓഫ് ചെയ്ത് ശീലിക്കുക. നിങ്ങൾ എപ്പോൾ കിച്ചൺ വിട്ട് പുറത്തേക്ക് പോകുന്നോ ഗ്യാസ് സിലിണ്ടർ ഓഫായിരിക്കണം. അത് ഓരോ കുക്കിങ്ങിന് ശേഷം ഉറപ്പ് വരുത്തുക. അത് രാത്രി കിടക്കുന്ന മുമ്പായിട്ട് എന്തായാലും ഒരിക്കൽ കൂടെ ഒരു സേഫ്റ്റി ചെക്കിൻ്റെ ഭാഗമായിട്ട് അടുക്കള ഒന്ന് പരിശോധിക്കുക, ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്തിട്ടുണ്ടോ. ഇനി ഗ്യാസ് സിലിണ്ടർ വീട്ടിലേക്ക് വരുമ്പോൾ തൊട്ട് കുറേ സേഫ്റ്റി മെഷർ നമ്മൾ നോക്കണം. അതിൽ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ എക്സ്പയർ നോക്കുക എന്നുള്ളത്. എക്സ്പയർ നോക്കാനായിട്ട് ആ റിങ്ങിനകത്ത് തന്നെ വേണ്ട കാര്യങ്ങൾ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞു ഇപ്പോൾ റിങ്ങിനകത്ത് ഇവിടെ വൈറ്റ് ലെറ്ററിൽ B27 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള മാസങ്ങളെ നമ്മൾ 4 ക്വാഡ്രൻറ്റുകളായി തിരിച്ചിട്ടുണ്ട്. ഓരോ ക്വാഡ്രൻറ്റിനും ABCD എന്ന് പറയുന്ന 4 ലെറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ A എന്ന് പറയുന്ന ലെറ്ററിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറയുന്ന 3 മാസങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം വരുന്ന 3 മാസങ്ങളാണ് B എന്ന് പറയുന്ന ലെറ്ററിനകത്ത് വരുന്നത്. അപ്പോൾ B27 എന്ന് പറയുമ്പോൾ മാർച്ചിന് ശേഷമുള്ള ഏപ്രിൽ, മെയ്, ജൂൺ എന്ന് പറയുന്ന മാസങ്ങളാണ് ഉണ്ടാവുക. അപ്പം ഏപ്രിൽ, മെയ്, ജൂൺ 2027 വരെയാണ് ഈ സിലിണ്ടറിൻ്റെ കാലാവധി എന്ന് പറയും. അതിനുശേഷം ഇത് പ്രഷർ ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രമേ പിന്നെ നമുക്ക് ഇതിനകത്ത് ഇന്ധനം നിറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കൊണ്ടുവരുന്ന സിലിണ്ടർ നമ്മളിപ്പോൾ നിലവിലുള്ള വർഷത്തെക്കാട്ടി കുറവാണെന്നുണ്ടെങ്കിൽ അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സിലിണ്ടറാണെന്ന് മനസ്സിലാക്കണം. അത് നമുക്ക് തിരിച്ചു കൊടുക്കാം. നമുക്കത് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ സിലിണ്ടർ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സിലിണ്ടറാണ്, നമ്മൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കൊണ്ടുവരുന്ന ഏജൻറ്റ് തന്നെ തിരിച്ചു കൊണ്ടുപോയിക്കുള്ളൂ. അപ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റ് പരിശോധിക്കുകയാണ് ചെയ്യേണ്ടത്. LPG പുതിയ സിലിണ്ടർ കാലിയായ സിലിണ്ടർ മാറ്റിയിട്ട് പുതിയ സിലിണ്ടർ വെക്കുന്ന ദിവസമായിരിക്കും മിക്കവാറും ലീക്കിന് ചാൻസ് കൂടുതൽ. മിക്കവാറും നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന കോൾ അങ്ങനെയാണ്. പഴയ സിലിണ്ടർ മാറ്റുന്നു, പുതിയ സിലിണ്ടർ വെക്കുന്നു, അവിടെ നിന്നൊരു ലീക്കേജ് വരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതിനകത്തൊരു ഓറിംഗ് ഉണ്ട്. നിങ്ങൾ ഇത് ക്യാപ്പ് അഴിച്ച് കഴിയുമ്പോൾ അതിനകത്ത് റെഗുലേറ്റർ കണക്ട് ചെയ്യുമ്പോൾ ഒരു ഓറിംഗ് ഉണ്ടാവും. ആ ഓറിംഗ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ലീക്ക് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഒഴിവാക്കാനുള്ളൊരു നല്ല മാർഗ്ഗം എന്ന് വെച്ചാൽ ഡെലിവറി ഏജൻറ്റ് വരുമ്പോൾ തന്നെ അവരെ കൊണ്ട് ഒരു പ്രാവശ്യം ഫിറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ ഫിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ഓറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും വാഷർ കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് റീപ്ലേസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാം. ഇനി എന്നിട്ടും നമ്മൾ വെച്ചിട്ട് ട്യൂബിൻ്റെ കാലാവധി കഴിഞ്ഞതാണെങ്കിൽ, അതായത് 5 വർഷമാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് പറയണത്, അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പുറമേ നോക്കുമ്പോൾ വലിയ ഡാമേജൊന്നും തോന്നത്തില്ല. ചിലപ്പോൾ അകത്ത് ഡാമേജ് ഒന്നും കാണാം. പിന്നെ അതിൻ്റെ പുറമേയുള്ള വശം ചിലപ്പോൾ റബ്ബറോ പ്ലാസ്റ്റിക്കോ ഉള്ള വശങ്ങൾ എലി വന്ന് കരണ്ടിട്ട് അകത്തും ഡാമേജ് ആണെങ്കിൽ രാത്രിക്ക് ലീക്കാകാനുള്ള സാധ്യതയുണ്ട്. അതായത് നമുക്ക് സ്ഥിരമായിട്ട് ഗ്യാസ് റെഗുലേറ്ററിൻ്റെ തന്നെ ക്ലോസ് ചെയ്യുന്ന ശീലമില്ലെങ്കിൽ നമ്മളത് എപ്പോഴും ഓപ്പൺ ആക്കി തന്നെ വെക്കും. ട്യൂബിൽ എന്തെങ്കിലും ഡാമേജ് വരും, സിലിണ്ടറിലുള്ള ഗ്യാസ് ഫുള്ളായിട്ട് വീട്ടിൽ നിറയുന്ന അവസരം ഉണ്ടാവും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഓരോ തവണ കുക്കിന് ശേഷം ഇത് ഓഫ് ചെയ്ത് വെക്കുക. ടൈമിൽ ട്യൂബ് മാറ്റുക. 5 വർഷത്തിന് ശേഷം ട്യൂബ് മാറ്റുക. പുറം ഭംഗിയുണ്ടെന്ന് ഓർത്തിട്ട് അകത്ത് നല്ലതായിരിക്കണമെന്നൊരു യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂബ് മാറ്റിയിട്ട് പുതിയ ട്യൂബ് പ്ലേസ് ചെയ്യുക. ഇനി ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും ലീക്കേജ് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ലീക്ക് വന്നാൽ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം സ്മെല്ലുണ്ടാവുന്നുള്ളതല്ലേ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നറിയില്ല, അമ്മമാർ ചിലപ്പോൾ കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് പ്രോപ്പറായിട്ട് ആ സ്മെല്ല് കിട്ടത്തില്ല. അത് കാരണം കുറേ നേരം നിന്ന് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കയറിയിട്ട് നമുക്കായിരിക്കും അത് സ്മെല്ല് കിട്ടും. നമ്മൾ അമ്മയെ ഗ്യാസ് ലീക്കാവുന്നുണ്ടല്ലേ, വൈഫിനോട് പറയും ഗ്യാസ് ലീക്കാവുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ആ ഒരു സംഭവം ചിലപ്പോൾ പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അങ്ങനെ സ്മെല്ല് തോന്നിക്കഴിഞ്ഞാൽ ലീക്കാണെന്ന് മനസ്സിലാക്കുക. ഒരു റോട്ടർ ക്യാബേജ് ചീഞ്ഞ പോലത്തെ ഒരു സ്മെല്ലായിരിക്കും പുറത്തേക്ക് വരുന്നത്. ആക്ച്വലി LPG എന്ന് പറഞ്ഞ സ്മെല്ലിന് സ്മെല്ലില്ല. ഇതുപോലെ ലീക്കേജ് വരുന്ന അവസരങ്ങളിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈഥൈൽ മെർക്യാപ്റ്റൻ എന്ന രാസവസ്തു ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ലീക്കാവുന്ന LPGയിൽ സ്മെല്ല് വരുന്നത്. അങ്ങനെ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക, നമുക്ക് ലീക്കേജ് ആയിട്ടുണ്ട്. പിന്നെ അത് ഏത് ഭാഗത്തു നിന്നുള്ളതാണ് കണ്ടുപിടിക്കണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ തന്നെ റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റില്ല, ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി വേറൊരു അവസരം ചിന്തിക്കുക. നമ്മൾ പുറത്ത് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് കയറുകയാണ്. വീട്ടിൽ വന്ന് കയറുമ്പോൾ വീടിനകത്ത് ശക്തമായിട്ട് LPGയുടെ മണം വന്നിരിക്കുകയാണ്. അതെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യണം? കിച്ചണിലാണ് എന്തായാലും LPG ഇരിക്കുന്നുള്ളത്. നിങ്ങൾ അശ്രദ്ധമായിട്ട് പോയിട്ട് ഒരു സ്വിച്ച് ഇട്ടാൽ പോലും ചിലപ്പോൾ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് കലാശിക്കാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ വീട്ടിൽ ലൈറ്റർ എടുക്കുക, ലൈറ്റർ ഒന്ന് ഇരുട്ടത്ത് വെച്ച് ലൈറ്റ് ചെയ്ത് നോക്കുക, അപ്പോൾ ഒരു പ്രകാശം വരും. നിങ്ങൾ ഇരുട്ടത്ത് പോയിട്ട് രാത്രിക്ക് സ്വിച്ച് ഇടുമ്പോൾ സ്വിച്ചിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. മിക്കവാറും ലൈറ്ററിൽ നിന്ന് വരുന്നതിനേക്കാൾ കൂടുതൽ സ്പാർക്ക് ആ സ്വിച്ചിൽ നിന്ന് വരുന്നതാണ്. അതായത് നിറഞ്ഞു നിൽക്കുന്ന ഗ്യാസുള്ള അന്തരീക്ഷത്തിൽ നിങ്ങൾ ആ സ്വിച്ച് ഓൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഓഫ് ചെയ്താൽ മതി. അവിടെ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടാവും.
നേരെ തീപിടുത്തത്തിന് കാരണമാകും. അപ്പോൾ ഒരു കാരണവശാലും LPG ലീക്കായിരിക്കുന്ന റൂമിൽ അല്ലെങ്കിൽ വീട്ടിൽ ഇലക്ട്രിക് സംബന്ധമായ ഒരു കാര്യങ്ങളും ചെയ്യരുത്. അതായത് ഫാൻ ഇപ്പോൾ ഓണായി കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഫാൻ ഓഫ് ചെയ്യേണ്ട. ലൈറ്റ് ഓണാണ്, ഓഫ് ചെയ്യേണ്ട. ഓണായതും ഓഫായിട്ടും തന്നെ റിമെയിൻ ചെയ്യുക. സ്വിച്ചിൽ തൊടണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഇലക്ട്രിക് സംബന്ധമായിട്ടൊന്നും ചെയ്യുന്നില്ല. നമുക്ക് LPG ഇരിക്കുന്നത് കിച്ചണിലാണ്, അങ്ങോട്ട് സമീപിക്കണം. നമ്മൾ അശ്രദ്ധമായിട്ട് സ്പീഡിൽ ഷൂ ഒക്കെ ഇട്ട് ചിലപ്പോൾ കയറുമ്പോൾ ഉള്ള മണ്ണ് വെച്ചുള്ള സ്ക്രാച്ച് പോലും നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ എൻ്റെ ഒരു ഉപദേശം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഉപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക, ഫ്ലോർ വെറ്റ് ചെയ്യുക. ആദ്യം ഫ്ലോർ വെറ്റ് ചെയ്തിട്ട് നടന്ന് അവിടെ ചെല്ലുക. ദെൻ അടുത്ത അപകടം എന്ന് വെച്ചാൽ വിൻഡോ എല്ലാം ഓപ്പൺ ആക്കണം. ഇനി വിൻഡോ ഓപ്പൺ ആക്കിയാലും വിൻഡോയിലൂടെ അപ്പം തന്നെ LPG പുറത്തേക്ക് ഇറങ്ങി പോവില്ല. കാരണം സാധാരണ ഗ്യാസിനേക്കാൾ വെയിറ്റ് ഉള്ള ഗ്യാസാണ് LPG. അതെപ്പോഴും തറനിരപ്പിൽ കാണാനാണ് സാധ്യത കൂടുതൽ. എന്നിരുന്നാലും വിൻഡോസ് ഡോറൊക്കെ ഓപ്പൺ ആക്കിയിട്ട് എയർ സർക്കുലേഷൻ ഉറപ്പുവരുത്തുക റൂമിലേക്ക്. ദെൻ അടുത്ത അപകടം എന്ന് വെച്ചാൽ, ഇത് മിക്കവാറും കബോർഡിൻ്റെ താഴെ ആയിരിക്കും വെച്ചിരിക്കുന്നത് അല്ലേ. ശരിക്കും നമ്മളെല്ലാം ലോക്ക് ചെയ്തായിരിക്കും വെച്ചിരിക്കുന്നത്. ഇനി അവിടെ ആ ലോക്ക് ഒന്ന് ഊരുമ്പോൾ ഒരു സ്പാർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. മാഗ്നറ്റാണ് വെച്ചിരിക്കുന്നത്, ചിലപ്പോൾ സ്പാർക്ക് വന്നേക്കാം. അങ്ങനെ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ട്, വായിക്കുന്ന സ്ഥലത്ത് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ അവിടെയും ഒരു അപകടമുണ്ട്. അപ്പോൾ അതും ഒന്ന് ടാക്കിൾ ചെയ്യാനുണ്ട്. പക്ഷേ അത് ടാക്കിൾ ചെയ്യാൻ വേറെ മെത്തേഡൊന്നുമില്ല. കാരണം ഇതിൻ്റെ ലോക്കെല്ലാം അകത്ത് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ വലിച്ചുറക്കുമ്പോൾ ചിലപ്പോൾ സ്പാർക്കിനുള്ള സാധ്യത ഉണ്ടാകും. അപ്പോൾ അതുകൂടെ കൺസിഡർ ചെയ്യുക. ദെൻ വിൻഡോസൊക്കെ ഓപ്പൺ ആക്കാൻ നേരത്തെ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ട് വേണം എല്ലാം ഓപ്പൺ ആക്കാനായിട്ട്. എല്ലാം ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് സിലിണ്ടർ റെഗുലേറ്ററിൽ നിന്ന് വേർപിടിക്കുക. വേർപെടുത്തിയതിന് ശേഷം ഒരിക്കലും ഇത് തറയിലൂടെ വലിച്ചഴിച്ചുകൊണ്ട് പോകരുത്. ഇപ്പോൾ തനിച്ച് അല്ലെങ്കിൽ പോലും ഉയർത്തി തന്നെ മാറ്റി വെച്ചുകൊണ്ട് പോവുക. ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും അതൊരു സ്പാർക്കിന് ചിലപ്പോൾ കാരണമായേക്കാം. അതും അപകടമാണ്. അപ്പോൾ നമ്മൾ 0 റിസ്ക്കാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒരു റിസ്ക് എടുക്കുന്നില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളിലും പഴുതടച്ചുകൊണ്ട് വേണം നമ്മൾ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അങ്ങനെ ലീക്കുള്ള സിലിണ്ടർ നമ്മളെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തുറസായ സ്ഥലത്ത് കൊണ്ട് വെക്കുക, ഓപ്പണറിലേക്ക് പോകുന്ന രീതിക്ക് വെക്കുക. ഇപ്പോഴും ലീക്കായ ഗ്യാസ് റൂമിനകത്ത് തന്നെ ഉണ്ടാകും. ഒരു മുറമോ അങ്ങനെയുള്ള എന്തെങ്കിലും വസ്തുക്കൾ വെച്ചിട്ട് വീശി വേണം പുറത്തേക്ക് കളയാനായിട്ട്. ഒരിക്കലും ആ ഗ്യാസ് പോകാൻ റോഡിൽ പോയി ഫാൻ ഇട്ടേക്കരുത്. അതും അപകടത്തിന് കാരണമാകും. അപ്പോൾ ഇത്ര സുരക്ഷിതമായിട്ട് വേണം ഗ്യാസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്.